ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജി സെറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു ദിവസം രാവിലെ അനു കണ്ണു തുറന്നു. ക്ലോക്ക് നോക്കി രാവിലെ 7 മണി. അവൾ ഏകദേശം 8 മണിക്കൂറോളം ഉറങ്ങിയിരുന്നു. പക്ഷേ അവൾക്ക് തോന്നിയത് എനിക്കൊരു തുള്ളി എനർജി പോലും ഇല്ല. എന്നാൽ അവൾക്ക് വലിയ ഫിസിക്കൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ജോലി ഉണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ജീവിതം പുറത്തുനിന്ന് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് അവൾക്കൊരു സ്ട്രേഞ്ച് ഫീലിംഗ് എപ്പോഴും അവൾ അനുഭവിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും മെന്റലി എക്സോസ്റ്റഡ് ആവുന്നത്? ഒരു ദിവസം അവൾ തന്റെ മെന്ററിനെ കണ്ടു. ആ മെന്റർ ഒരു ചോദ്യം മാത്രം അനുവിനോട് ചോദിച്ചു. അനു, നീ എല്ലാ ദിവസവും എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്? അവൾ പറഞ്ഞു, ഏകദേശം 8 മണിക്കൂർ. ആ മെന്റർ വീണ്ടും ചോദിക്കുകയാണ്, അപ്പൊ നീ ഒരു ദിവസം എത്ര മണിക്കൂർ നിന്റെ എനർജി നീ നഷ്ടപ്പെടുത്തുന്നു? അവൾക്ക് അതിന്റെ ഉത്തരം പറയാനായിട്ട് കഴിഞ്ഞില്ല. നമ്മുടെ മെന്റർ അവൾക്കൊരു നോട്ട്ബുക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇത് ഒരു മണി ബഡ്ജറ്റ് അല്ല, ഇത് നിന്റെ എനർജി ബഡ്ജറ്റ് ആണ്. അവർ പറഞ്ഞു, ഒരു ദിവസം നിനക്ക് ലിമിറ്റഡ് എനർജിയാണ് നിനക്ക് ലഭിക്കുന്നത്. പക്ഷെ നീ അത് എവിടെ ചെലവഴിക്കുന്നു എന്ന് നീ ട്രാക്ക് ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. അടുത്ത ദിവസം മുതൽ അനു ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളുടെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ ഉടൻ ഫോണ്, സോഷ്യൽ മീഡിയ, ന്യൂസ്, വാട്സപ്പ് മെസ്സേജസ്, പിന്നെ ഒരു സുഹൃത്തിന്റെ കോള്, 30 മിനിറ്റ് കംപ്ലൈന്റ്. ജോലിക്ക് പോയപ്പോൾ ഒരു കൊളീഗ് പറഞ്ഞു, ഈ പ്രോജക്റ്റ് ഒരിക്കലും ശരിയാവില്ല. ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ മറ്റൊരാൾ പറയാണ്, നിനക്കറിയാമോ അവള് നിന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന്? വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഫാമിലി കോൺവെർസേഷൻ, പിന്നെ അത് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം. അവൾ കിടക്കയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് ശരീരം ടയേർഡ് ആയതിലുപരി മനസ്സ് എക്സോസ്റ്റഡ് ആയിരുന്നു. അനു ആ നോട്ട് ബുക്ക് തുറന്നു. അവൾ ആ ദിവസം എനർജി എവിടെയാണ് ചെലവഴിച്ചതെന്ന് എഴുതി. അവൾ ഞെട്ടിപ്പോയി. അവളുടെ എനർജി എടുത്തിരുന്നത് ജോലി മാത്രമല്ല, ആൾക്കാര്, ഫോണ്, തോട്ട്സ്, വറി, കമ്പാനിയൻ, ഗിൽറ്റ്, അൺനെസസറി കോൺവെർസേഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് അവളുടെ എനർജി പകുതിയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവൾ ഒരു കാര്യം മനസ്സിലാക്കി, എനിക്ക് എന്റെ എനർജി നഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്രയും നാള്. അതാണ് പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത്. എനർജി വാമ്പയർ ആകുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഒരാള് അനുവിന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. അവൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് റെസ്പോൺസ്. അത് നടക്കില്ല, നിനക്ക് പറ്റില്ല, നീ എന്തിനാണ് ഇത്രയും വലിയ ഡ്രീം കാണുന്നത്? ആദ്യം അനു അത് ഫ്രണ്ട്ഷിപ്പായി കണ്ടു. പക്ഷെ പിന്നീട് അവള് ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം അവൾക്ക് മനസ്സിലായി. ആ വ്യക്തിയുമായി സംസാരിച്ചതിന് ശേഷം അവളുടെ മോട്ടിവേഷൻ കുറയുന്നു, കോൺഫിഡൻസ് കുറയുന്നു, അവളുടെ മൂഡ് മാറുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും ബാഡ് പീപ്പിൾ അല്ല. പക്ഷെ ചില റിലേഷൻഷിപ്പ് നിങ്ങളുടെ കറണ്ട് റീസണ് ഹെൽത്തി ആയിരിക്കണമെന്നില്ല. എന്ന് വിചാരിച്ചിട്ട് എല്ലാവരോടും ഫൈറ്റ് ചെയ്യേണ്ടതില്ല. ചില കോൺവെർസേഷൻസ് കുറയ്ക്കുക, ചില കാര്യങ്ങളിൽ ചില ആൾക്കാരുമായിട്ട് നമ്മൾ ബൗണ്ടറീസ് നമ്മൾ സ്ഥാപിക്കുക. പ്രൊട്ടക്ട് യുവർ പീസ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എനി അൺനെസസറി കോൺഫ്ലിക്റ്റ്. അങ്ങനെയാണ്. രണ്ടാമതായിട്ട്, കോൺസ്റ്റന്റ് കംപ്ലൈനിങ്. അനുവിന്റെ ഒരു സുഹൃത്ത് ദിവസവും പ്രോബ്ലംസ് മാത്രം സംസാരിക്കും. അവള് സൊല്യൂഷൻസ് അന്വേഷിക്കാറേയില്ല. അവൾക്ക് കംപ്ലൈന്റ് ചെയ്യണം. ഒരു ദിവസം അനു ചോദിച്ചു, നമുക്ക് ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ നോക്കാമോ? അവൾ പറഞ്ഞു, ഇതിന് സൊല്യൂഷൻ ഒന്നുമില്ല, എന്റെ ലൈഫ് ഇങ്ങനെയാണ്. അനു അന്നൊരു കാര്യം മനസ്സിലാക്കി, പ്രോബ്ലം ഷെയറിംഗ് എന്ന് പറയുന്നത് ഹെൽത്തി ആകാം, പക്ഷേ പ്രോബ്ലം പ്ലസ് പ്രോബ്ലം പ്ലസ് പ്രോബ്ലം, നോ ആക്ഷൻ, ഇത് ഇമോഷണൽ എക്സോസ്റ്റൻ ഉണ്ടാക്കാം. ഇമോഷണലി നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണം, പക്ഷെ അവരുടെ എല്ലാ ഇമോഷണൽ ബേർഡനും നമ്മൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതൊന്നുമില്ല. അവിടെയാണ് നമ്മളിൽ പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത്. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് എടുത്ത് നമ്മൾ ഒരു ബേർഡൻ ആയിട്ട് നമ്മളിലേക്ക് ചുമക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ വേറൊരു കാര്യം, പീപ്പിൾ പ്ലീസർ. അനുവിന്റെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് നോ പറയാൻ അറിയത്തില്ല എന്നുള്ളതാണ്. ഫ്രണ്ട് ഒന്ന് വിളിക്കുവാണെങ്കിൽ പറയും, ഷുവർ, ഞാൻ വരാം. കൊളീഗ് ഒരു സഹായം ചോദിച്ചാൽ പറയും, ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ്. ഫാമിലി എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഓക്കെ, ഞാൻ ചെയ്യാം. അവൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ രാത്രി ആകുമ്പോഴേക്കും അവൾ സ്വയം എക്സോസ്റ്റഡ് ആകാനും തുടങ്ങും. ഒരു ദിവസം മെന്റർ അവളോട് പറഞ്ഞു, അനു, നീ എല്ലാവരോടും യെസ് പറയാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തോട് നീ എത്ര നോയാണ് പറയുന്നത്? ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നില്ലേ? ഉണ്ടാവും,
തീർച്ചയായിട്ടും. ആ ചോദ്യം അവളെ മാറ്റി. എവറി യെസ് ഹാസ് എ കോസ്റ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ റിക്വസ്റ്റിനും യെസ് പറയേണ്ടതില്ല. റെസ്പെക്റ്റ്ഫുള്ളി നോ പറയാനായിട്ട് നമുക്ക് കഴിയണം. അതൊരു സെൽഫ് കെയർ ആണ്. ഇനി അടുത്തതായിട്ട് ഓവർ തിങ്കിങ്. അനുവിന്റെ എനർജിയുടെ വലിയൊരു ഭാഗം ഓവർ തിങ്കിങ് ആണ് കൊണ്ടുപോകുന്നത്. അത് അവളുടെ സ്വന്തം മൈൻഡ് തന്നെയാണ് എടുത്തത്. ഒരു ചെറിയ കോൺവെർസേഷൻ, ഇന്ന് മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു, അവള് മേ ബി ബോസ് എന്നോട് ഹാപ്പി ഒന്നുമല്ല. ഒരു മെസ്സേജ്, ഓക്കെ. അവൻ ആംഗ്രി ആണോ? ഒരു പേഴ്സൺ റിപ്ലൈ ചെയ്യില്ല. ഉടനെ മനസ്സ് ആലോചിക്കുകയാണ്, എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ മനസ്സ് കോൺസ്റ്റന്റ്ലി സ്റ്റോറീസ് ഉണ്ടാക്കുകയായിരുന്നു ആവശ്യമില്ലാതെ. നമ്മൾ ഈ ഫാക്റ്റിനും അസംഷനും ഇടയിലെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മൈൻഡ് നമ്മളോട് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ കൊടുക്കണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. അടുത്ത വേറൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കമ്പാരിസൺ. ഒരു ദിവസം അനു സോഷ്യൽ മീഡിയ തുറന്നു. ഒരു ഫ്രണ്ട് പുതിയൊരു വീട് വാങ്ങി, മറ്റൊരാൾ ഹോളിഡേ എൻജോയ് ചെയ്യുന്നു, മറ്റൊരാൾക്ക് പ്രൊമോഷൻ ലഭിച്ചു. അവൾ ഫോൺ അടച്ചു. പക്ഷെ അവളുടെ മനസ്സിൽ ഒരു സംശയം ബാക്കി. എന്റെ ലൈഫിൽ എന്തുകൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല? അവൾ മറന്നുപോയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അവൾ മറ്റൊരാളുടെ ചാപ്റ്റർ 20 നോക്കിയിട്ട് അത് അവളുടെ ചാപ്റ്റർ 5 കമ്പയർ ചെയ്യുകയായിരുന്നു. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹൈലൈറ്റ് ആണ്, അതൊരു സ്റ്റോറി അല്ല. അതൊരിക്കലും ഒരു ഫുള്ള് സ്റ്റോറി അല്ല. നിങ്ങളുടെ പ്രോഗ്രസ് എപ്പോഴും നിങ്ങൾ മെഷർ ചെയ്യേണ്ടത് യെസ്റ്റർഡേസ് യു വേഴ്സ് ടുഡേസ് യു, അതായിരിക്കണം. അല്ല നമ്മൾ മറ്റുള്ളവരെ അല്ല കമ്പയർ ചെയ്യാനുള്ളത്. അതൊക്കെ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്ത 6-മത്തെന്ന് പറയുന്നത് ഡിജിറ്റൽ ഓവർലോഡ്. കേട്ടിട്ടുണ്ടോ? അനു ഒരു ദിവസം സ്ക്രീൻ ടൈം പരിശോധിച്ചു. എത്ര സമയം ഞാൻ സ്ക്രീനിന് മുന്നിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവൾ ഞെട്ടി. അവേഴ്സ് അവേഴ്സ് ആൻഡ് അവേഴ്സ്. അവളൊരു കാര്യം മനസ്സിലാക്കി. എൻ്റെ ഫോണ് എൻ്റെ സമയം മാത്രമല്ല, എൻ്റെ അറ്റൻഷനും എടുത്തുകൊണ്ടുപോയിരിക്കുകയാണ്. നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റഡ് ആകുമ്പോൾ നമ്മുടെ മൈൻഡിന് റെസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ചെറിയ റൂൾ ഉണ്ടാക്കാം. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഫോൺ നോക്കുന്ന ആ ശീലം ഒഴിവാക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോൺ മാറ്റി വെക്കുക. ചില നോട്ടിഫിക്കേഷൻസ്, ചില ആപ്പിന്റെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി വെക്കുക. ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. ഇനി 7-മത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എനിക്ക് കഴിയില്ല എന്നുള്ള ഐഡന്റിറ്റി സ്വയം കൊടുക്കുന്നത്. അത് നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. അനുവിന്റെ അവസാനത്തെ എനർജി ഡ്രെയിനറും കൂടിയായിരുന്നു അത്. അവളുടെ സ്വന്തം വേർഡ്സ് ആയിരുന്നു, എനിക്ക് പറ്റില്ല, ഞാൻ ലക്കി അല്ല, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എനിക്കിത് മാറ്റാൻ കഴിയില്ല. നമ്മളിങ്ങനെ ആവർത്തിക്കുന്ന ഈ വേർഡ്സുകൾ ഉണ്ടല്ലോ, നമ്മുടെ ബിലീഫായിട്ട് മാറും. ബിലീഫ്സ് എപ്പോഴും നമ്മുടെ ആക്ഷനെ സ്വാധീനിക്കും. ആക്ഷൻസ് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെൽഫ് ടോക്ക് നമ്മൾ മാറ്റണം. എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ഇത് ചെയ്യാനായിട്ടുള്ള കാര്യം ഞാൻ പഠിക്കും എന്ന് നമ്മൾ പറയുക. എനിക്ക് സമയമില്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഞാൻ സമയം കണ്ടെത്തും എന്ന് നമ്മൾ പറയുക. അനു ഒരു കാര്യം തീരുമാനിച്ചു. 7 ഡേ എനർജി റീസെറ്റ് അവൾ ആരംഭിച്ചു. നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? 7 ഡേ എനർജി റീസെറ്റ്. നല്ല കോൺസെപ്റ്റ് അല്ലേ? അനു അടുത്ത 7 ദിവസത്തേക്ക് ഒരു എക്സ്പെരിമെന്റ് അവള് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഡേ 1 അവൾ ഫോൺ യൂസേജ് കുറച്ചു. ഡേ 2 ഒരു അൺനെസസറി റിക്വസ്റ്റിന് നോ പറഞ്ഞു. ഡേ 3 ഒരു നെഗറ്റീവ് കോൺവെർസേഷൻ ഒഴിവാക്കി. ഡേ 4 1 മണിക്കൂർ വിത്തൗട്ട് സോഷ്യൽ മീഡിയ അവൾ ഇരുന്നു. ഡേ 5 ഓവർ തിങ്കിങ് വന്നപ്പോൾ അവൾ ഫാക്റ്റ് എഴുതി. ഡേ 6 ഒരു പഴയ ഡ്രീമിനായിട്ട് 30 മിനിറ്റ് അവൾ മാറ്റിവെച്ചു. ഡേ 7 അവളൊരു നോട്ട് ബുക്ക് എടുത്ത് എഴുതി വാട്ട് ഗീവ്സ് മീ എനർജി എന്നുള്ളത്. അവൾക്ക് ചില ഉത്തരങ്ങൾ കിട്ടി. ഫാമിലി, നാച്ചർ, എക്സർസൈസ്, പ്രെയർ, മെഡിറ്റേഷൻ, ലേണിംഗ്, മീനിങ്ഫുൾ കോൺവെർസേഷൻ, ക്രിയേറ്റീവ് വർക്ക്, ഹെൽപ്പിംഗ് അതേഴ്സ് അവൾക്ക് എനർജി റീസെറ്റ് ചെയ്യാനായിട്ട് അവളെ സഹായിക്കുന്നതായിട്ട് അവൾക്ക് മനസ്സിലായി. എനർജി ഡ്രെയിൻ ചെയ്യുന്നതിനെ കുറയ്ക്കുന്നത് മാത്രം പോരാ, അതിനോടൊപ്പം തന്നെ എനർജി നൽകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൂട്ടുകയും വേണം നമ്മൾ. ദ ബിഗ് റിയലൈസേഷൻ എന്താണെന്ന് അറിയോ? നമ്മുടെ അനുവിന്റെ ലൈഫില് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അനുവിന്റെ ലൈഫ് മാജിക്കലി പെർഫെക്റ്റ് ഒന്നും ആയില്ല. പ്രോബ്ലംസ് അപ്പോഴും ഉണ്ടായിരുന്നു. ഡിഫിക്കൽട്ട് പീപ്പിളും ആ സമയത്തും ഉണ്ടായിരുന്നു. വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. അവളിലൊരു വലിയ മാറ്റം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു.
അവൾ എല്ലാത്തിനും ഇമോഷണൽ ആക്സസ് നൽകുന്നത് അവൾ നിർത്തി. എല്ലാ കമന്റിനും റിപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കി. എല്ലാ ആർഗ്യുമെന്റിലും അവൾ പങ്കെടുത്തില്ല. എല്ലാവരെയും പ്ലീസ് ചെയ്യാനും അവൾ ശ്രമിച്ചില്ല. മനസ്സിലേക്ക് വന്ന എല്ലാ തോട്ട്സിനെയും അവൾ വിശ്വസിച്ചില്ല. അവൾ എല്ലാ നോട്ടിഫിക്കേഷനും ഉടൻ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു സ്വഭാവവും അവൾക്കുണ്ടായില്ല. അവൾ പഠിച്ച ഒരു ലെസൺ മൈ എനർജി ഈസ് പ്രീഷ്യസ് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നിങ്ങളോട് ഞാനൊരു ചെറിയ ചലഞ്ച് ഞാൻ തരട്ടെ. ഇന്ന് രാത്രി ഒരു പേപ്പർ എടുക്കുക, 2 കോളം നിങ്ങൾ വരയ്ക്കുക. അതിലെ ഒന്നാമത്തെ കോളത്തിലെ ഗീവ്സ് എനർജി എന്ന് എഴുതുക. അവിടെ ആളുകൾ ഉണ്ടാകും, സ്ഥലങ്ങൾ ഉണ്ടാകും, പ്രവർത്തനങ്ങള്, ശീലങ്ങള്, ചിന്തകള്, ഇതെല്ലാം ആ കോളത്തിൽ എഴുതുക. ഇനി അടുത്ത കോളത്തിൽ ഗെയിൻസ് മൈ എനർജി എഴുതി വെക്കുക. പിന്നെ മൂന്നാമത്തെ ചോദ്യം, വാട്ട് ക്യാൻ ഐ ചേഞ്ച്? എന്താണ് എനിക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയുന്നത്? എല്ലാവരെയും ജീവിതത്തിൽ നിന്ന് പുറത്താക്കേണ്ടതില്ല. എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഉപേക്ഷിക്കേണ്ടതുമില്ല. നിങ്ങളുടെ എനർജിക്ക് ഒരു ബൗണ്ടറി വേണം. കാരണം നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ മൂഡ്, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്സ്, നിങ്ങളുടെ ഗ്രോത്ത്, ഇതിനെല്ലാം സ്വാധീനിക്കുന്നത്. ഒടുവിൽ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ബിക്കോസ് യുവർ ലൈഫ് ഗ്രോസ് ഇൻ ദ ഡയറക്ഷൻ വേർ യു പ്ലേസ് യുവർ എനർജി. അവിടെയാണ് പോകുന്നത്. നിങ്ങളുടെ എനർജി എല്ലായിടത്തും കൂടി നിങ്ങൾ വ്യാപിപ്പിച്ചു കളയരുത്. അത് ചിതറി തെറിച്ച് കളയാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാല്യുബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ സംരക്ഷിക്കുക, നിങ്ങളുടെ എനർജിയെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു കമന്റ് നിങ്ങൾ കൊടുക്കുക. മൈ എനർജി ഈസ് പ്രീഷ്യസ്, ഐ ചൂസ് വേർ ഐ സ്പെൻഡ് ഇറ്റ് എന്നുള്ള ഒരു വാക്യം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. റൈസ് വിത്ത് ഷജി സെറ്റ് ഷജീസ് ഇൻസ്പയറിനോടൊപ്പം നിങ്ങളും എന്നോടൊപ്പം തന്നെ ഉണ്ടാവുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് സ്റ്റേ ട്യൂൺ വിത്ത് റൈസ് വിത്ത് ഷജി സെറ്റ് ഷജീസ് ഇൻസ്പയർ. എന്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്. നിങ്ങൾക്ക് എന്നെ പേഴ്സണൽ സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്നെ അപ്രോച്ച് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ക്ലാസ്സുകളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വാട്സപ്പ് വഴി എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു. ബൈ.